ഫ്രണ്ട്സ്, നമ്മളിന്നലെ രാത്രി ഒരു സ്കൂളിൽ നിൽക്കാമെന്നൊക്കെ പറഞ്ഞില്ലായിരുന്നു. ആ സ്കൂളിലാട്ടോ സ്റ്റേ കിട്ടിയത്. ഇവിടെയാണെങ്കിൽ ഇന്ന് രാവിലെ നോക്കുമ്പോൾ നല്ല മഴയും. എന്താണെന്നറിയില്ല, ഒരു വില്ലേജ് ആട്ടോ, ഏതോ ഒരു വില്ലേജ്, രാജി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഗൂഗിൾ മാപ്പിൻ്റെ അത് കാണുന്നത്. ഇവർ വേറൊരു പേരും പറഞ്ഞിട്ടുണ്ട്, കറക്റ്റ് എന്താണെന്നറിയില്ല. ഗാരു ഹിൽസിലുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഗാരു ഹിൽസ് എൻഡ് ചെയ്യുന്ന എവിടെ നിന്നാണെന്നാണ് പറഞ്ഞത്. ഇത് നോക്കിയോ, സ്കൂളിൻ്റെ ബേക്കിൽ മൊത്തം കാടും കാര്യങ്ങളാട്ടോ, വലിയ കാടാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ഇന്നലെ മൂപ്പര് അവിടെ കിടന്ന്, ഞാൻ ടെൻറ്റിൻ്റെ അകത്ത് കിടന്ന് നല്ല സീനായിരുന്നു. നല്ല സുഖമായിട്ട് ഉറങ്ങി കേട്ടോ, മഴ ആയതുകൊണ്ട്. പിന്നെ ഇതാ നമ്മളെ ബാത്റൂമൊക്കെ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഇതാണ് ബാത്റൂം. അവർ ഒരു ബക്കറ്റ് വെള്ളമൊക്കെ തന്ന് സഹായിച്ച്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ നമ്മൾ കാണാൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്കൊക്കെ ഒന്ന് നോക്കാം. നമുക്ക് ചായ കൊണ്ട് തന്നാട്ടോ. ഈ പുള്ളിയാണ്. ഹായ്. രാത്രി 1.5 മണിക്കൂർ നമുക്ക് വേണ്ടി ഇരിക്കുകയൊക്കെ ചെയ്ത് ഞാൻ ടെൻറ്റ് റെഡിയാകുമ്പോൾ അതിൻ്റെ ടൂൾസ് എല്ലാം കൊണ്ടുവന്ന് നമ്മുടെ തങ്കൂസൊക്കെ കൊണ്ടുവന്ന് ഇവരൊന്ന് സെറ്റാക്കി തന്നിരിക്കാം. അങ്ങനെ ഇന്ന് രാവിലെ തന്നെ ആയപ്പോൾ ചായ കൊണ്ട് തന്നു, പോകല്ല നിൽക്കുമെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഇവിടെ നല്ല മഴയൊക്കെ ഉണ്ട് കേട്ടോ, മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല എന്താ പറയുക, തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, മഴയുണ്ട് നല്ല രീതിയിൽ. ഇനി നമ്മളെ പോക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, എന്നെ നോക്കണം. പിള്ളേരൊക്കെ കുടയും ചൂടിയിട്ട് പോകുന്നുണ്ട്. ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ നിൽക്കുന്നത്. നല്ല മഴയാണ് ഇവിടെ. ഈ മഴയത് പോകാൻ പറ്റുമോ? നമുക്കില്ലാതെ സ്കിഡാവും, വണ്ടി നല്ല രീതിയിൽ ഇതാവും. നമ്മൾ വന്ന റോഡൊക്കെ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കും നമുക്ക് പോകാനായിട്ട്. അപ്പം മഴ കഴിയണം. നമുക്കങ്ങനെ രാവിലെ തന്നെ ചോറും അതുപോലെ തന്നെ ഡാലി കറിയും ഫിലിപ്സ് മാർക്ക് എന്നാണ് പുള്ളി അത് കൊണ്ട് തന്നെ. ഇത് നമ്മൾ ഇന്നലെ രാത്രി സഹായിച്ച ചെക്കനാട്ടോ. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ ഫുഡ് കഴിക്കാൻ ചോറ് കഴിക്കാം. നല്ല മഴയൊക്കെ നല്ല അടിപൊളി ചോറൊക്കെ കഴിച്ച് സെറ്റാണ്. നമ്മളപ്പോൾ പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി പോയപ്പോൾ കണ്ടോ, മൊത്തം പിള്ളേർ ഇങ്ങനെ ഇവിടെ നിൽക്കട്ടോ, കുടയൊക്കെ ചൂടി. കുറേ നേരം ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് കറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ എന്താണെന്ന് അറിയില്ല, ഇവിടുത്തെ വീടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതൊക്കെ പുതിയ എടുത്ത വീട് പോലെ ഉണ്ട്. തേച്ചിട്ട് സിമെൻറ്റോട് തേച്ച് സെറ്റാക്കി വെച്ചിട്ടേ ഉള്ളൂ. പിന്നെ കോഴികളൊക്കെ കുറേ കണ്ടു കേട്ടോ ഇവിടുന്ന് ഇങ്ങനെ നടന്നു കളിക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ നല്ല മഴയും കാര്യങ്ങളും കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ മൊത്തം കോടയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതുണ്ടോ, ഒരു വീടിൻ്റെ എൻട്രീൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന കേട്ടോ, ഫുള്ള് ഇങ്ങനെ മുള കൊണ്ട് ഉണ്ടാക്കിയ ഒരു സെറ്റപ്പാണ്. അവിടെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എന്നാലും കുറച്ച് മറ്റേ പഴയ കാലത്തിലേക്കുള്ള ഒരു ലുക്കല്ല ആൾക്കാർ കുറച്ചും കൂടി മാറിയ പോലെ ഉണ്ട്. പക്ഷേ വീടും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. ഫുള്ള് ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ്. പിന്നെ നമ്മൾ ഇന്നലെ വന്നപ്പോൾ തന്നെ ഹെൽപ്പൊക്കെ ചെയ്തുകൊണ്ട് തന്നെ സീനൊന്നും ഇല്ലാണ്ട് ഇവിടെ നിന്ന് ഇല്ലെങ്കിൽ പെട്ടുപോയിരുന്നു. കാരണം ഇന്നത്തെ ഈ മഴയും കൂടിയും താങ്ങേണ്ടി വരുന്നു. വേറെ എവിടെയെങ്കിലുമൊക്കെ ടെൻറ്റൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ മഴയത്ത് അവിടെ തന്നെ നിന്ന് സീനായിട്ടുണ്ടാവുമായിരുന്നു. നോക്കിയേ വീടൊക്കെ നോക്കിയേ. ഇത് മുകളിൽ മൊത്തം കാടാട്ടോ. ये पूरा फॉरेस्ट है ना? पीछे साइड पूरा फॉरेस्ट है ना? മല മൊത്തം. किधर हाईवे वो रहा तो पहाड़ अभी है ना वो हाईवे है. ഹൈവേ? ഓ, അതിൻ്റെ മുകളിൽ ഹൈവേ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. हाँ उधर ही. किधर जाने के लिए? ये आप लोग जहाँ से गाड़ी से आया ना, हाँ वो ये वाला रास्ता बना रहा है अभी. ओ, अभी बना है? हाँ अभी बना रहा है. हो गया इधर में, तो अभी आगे में बाकी है. हाँ हाँ आप लोग पूरा कीचड़ होके आया ना, हाँ. वो वाला उधर पहुँचेगा. ഓക്കെ. അത് പുതിയ റോഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അവർ. ആ മലേൻ്റെ മുകളിലൊക്കെ വലിയ ഹൈവേ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അബി കച്ച റോഡ് വേണം. हाँ अभी तो ठीक है, അബി ടു ടിക്കേ. अभी ठीक है. ആ, ഇപ്പം പ്രശ്നമൊന്നും ഇല്ലാത്ത റോഡാണെന്നാണ് പറയുന്നത്, ഹൈവേ എന്നാണ് പറഞ്ഞത്. ഇതാ ഇവിടെ ഇങ്ങനത്തെ വീടൊക്കെ കേട്ടോ മൊത്തം. നമ്മളിന്നലെ ഈ വൈകിയാണ് രാത്രി വന്ന പറഞ്ഞത്. ഇവിടെ ഫുള്ള് പട്ടികളൊക്കെ ഉണ്ട്. ഇവർ പട്ടികളൊക്കെ തിന്നും, പട്ടികൾ തിന്നും, അതുപോലെ തന്നെ പാമ്പൊക്കെ തിന്നും. അതുകൊണ്ട് തന്നെ ഇവിടെ പാമ്പും കാര്യങ്ങളൊന്നും തീരെയില്ല. എല്ലാം എവിടെയൊക്കെ ഓടി രക്ഷപ്പെട്ടു കളഞ്ഞ് അങ്ങനത്തെ രീതിയിലായി. ഇതൊക്കെ എല്ലാം പുതിയൊരു നിർമ്മിച്ചൊരു വീട് പോലെ ഉണ്ട്. പഴയ കാലത്തുള്ളൊരു സെറ്റപ്പൊന്നും കാണുന്നില്ല. എല്ലാം പുതിയതായിട്ട് ഉണ്ടാക്കിയ വീട് പോലെയാണ് തോന്നുന്നത് കണ്ടിട്ട്. നല്ല സെറ്റപ്പ് വീടുകളും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഈ ഗ്രാമം മൊത്തം പിള്ളേർ മൊത്തം നമ്മളോട് തന്നെ ഉണ്ട്.
നമ്മളെല്ലാവരും കൂടി വെറുതെ ഒന്ന് കറങ്ങാൻ വേണ്ടി പോവാണ് ഇവിടെ. കറങ്ങിയിട്ട് എന്തൊക്കെ വെറുതെ ഒന്ന് കറങ്ങാം, എന്തായാലും വില്ലേജിൽ വന്നല്ലേ വിചാരിച്ച്. അപ്പോൾ നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ തന്നെ ഇവിടുത്തെ പിള്ളേരും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു ബേക്കുന്നു. അപ്പോൾ അവരും ഞങ്ങളായിട്ടൊക്കെ ഇങ്ങനെ നല്ല കഥയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോവുക കേട്ടോ. ഇവിടെ നമ്മൾ മെയിനായിട്ട് കണ്ട സാധനം കേട്ടോ ഈ ഒരു ചെടി. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്ന് പറിച്ചിട്ടില്ലായിരുന്നോ, അതിൻ്റെ പേരെന്തായിരുന്നു, നമ്മളിടയ്ക്ക് പറിച്ചിട്ട് തിന്നിട്ടുണ്ടായിരുന്നു. ഇളന്തപ്പായത്തിൻ്റെ മരങ്ങളാണ് ഇതൊക്കെ. അതുപോലെ തന്നെ ഇതേപോലെ നടപ്പാതൊക്കെ ഇവരുണ്ടാക്കിയിട്ടുണ്ട്. ഫുള്ളായിട്ട് റോഡ് ടൈപ്പ് കോൺക്രീറ്റ് ചെയ്തിട്ട് ഇവർ വണ്ടീനകത്ത് കുറേ ആൾക്കാരൊക്കെ കൂടിയിട്ട് എങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. ഈ പിള്ളേരും എല്ലാവരും കൂടിയിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മളെല്ലാവരും കൂടിയിട്ടാണ് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇങ്ങോട്ടേക്ക്. ഇത് നമ്മളെ ചക്ക മരം കേട്ടോ. നോക്കിയാൽ ഫുള്ളിങ്ങനെ ചക്ക ഇങ്ങനെ ഉണ്ടായി കാണാൻ പറ്റുന്നത് ഇവിടെയുണ്ട് കണ്ടോ. ഇവിടെയൊക്കെ ചക്ക ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിബ്രോങ് എന്നാട്ടെ ഇവർ പറയുക ചക്കക്ക്. നമുക്ക് സിമ്പിളായിട്ടുള്ള സാധനം, എനിക്ക് ടഫായിട്ടുള്ള സാധനം. മൊത്തം ചക്കയാണ്. ഇതാ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഫുള്ളായിട്ട് ഇങ്ങനെ ചക്കേൻ്റെ എന്തേലും പ്ലാവ് ഇങ്ങനെ ഇഷ്ടം പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. പിന്നെ ചക്കയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ, അവിടെയൊക്കെ ചക്ക കുറേ ഉണ്ടായിട്ടുണ്ട്. ടിബ്രോങ് ഉണ്ടായിട്ടുണ്ട് കുറേ. എല്ലാവരും കൂടി ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞിങ്ങനെ മുന്നോട്ടേക്ക് പോകാം കേട്ടോ. നല്ല കാലാവസ്ഥയാണ്, പക്ഷേ നമുക്ക് വലിയ കാലാവസ്ഥയൊന്നുമില്ല, പോകാൻ പറ്റില്ല ഈ ഒരു സമയത്ത്. പിന്നെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. മഴ ഇപ്പം ഇല്ല, മഴ ഇപ്പം നിന്നു. നല്ലൊരു ക്ലൈമറ്റായിട്ട് തോന്നുന്നുണ്ട്. ഇവിടെ കേട്ടോ നമ്മൾ ആദ്യം തന്നെ ഇന്നലെ രാത്രി വന്ന് ചോദിച്ചത് ഈ വീടായിരുന്നു ഇത്. അപ്പോൾ അവിടെ സ്ത്രീകൾ മാത്രമുള്ളത് കൊണ്ട് അവിടെ നമ്മളെ അലോഡ് ചെയ്തില്ല. അങ്ങനെയാണ് നമ്മൾ സ്കൂളിലേക്ക് എത്തിപ്പെട്ടത്. ഇവിടുന്ന് ഓരോരുത്തർ ചോദിച്ചാണ് സ്കൂളിൽ എത്തിപ്പെട്ടത്. അവിടെ കോട കാണാൻ പറ്റും കേട്ടോ. അവിടെ ഇങ്ങനെ കോട ഇങ്ങനെ ഇതായിട്ടുണ്ട്, വൈകുന്നേരം ആയതുകൊണ്ട് ഫുള്ള് കോടയും കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് നല്ല രസമുണ്ട് കേട്ടോ. നല്ല ഒരു ക്ലൈമറ്റാണ് ഇന്നലെയൊക്കെ നല്ല വെയിലായിരുന്നു, പക്ഷേ ഇന്ന് നല്ല ക്ലൈമറ്റാണ്. പക്ഷേ നമ്മളെ റോഡ് സീനായതുകൊണ്ടാണ് നമ്മൾ എവിടെയും അങ്ങോട്ടേക്ക് പോവാത്തത്. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഉണ്ട് കേട്ടോ. എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കറങ്ങുകയാണ്. ഇവരൊക്കെ കിട്ടിയതുകൊണ്ട് നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് കറങ്ങാൻ പറ്റും. അല്ലെങ്കിൽ ജസ്റ്റ് വന്ന് നിന്നിട്ട് ഈ സൈഡിൽ കൂടി തന്നെ പോവുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇതേപോലെ വില്ലേജിലും കാര്യങ്ങളൊക്കെ ഒന്ന് ചെന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ അവരവിടെ എന്തെങ്കിലുമൊക്കെ സാധനം ചെയ്തു തരും. ആരും ഒന്നും പേടിക്കാതിരുന്നാൽ മതി. ആൾക്കാരാണ്, ഇവർക്ക് ഹിന്ദി അറിയെങ്കിൽ നമ്മൾ അപ്രോച്ച് ചെയ്ത് സംസാരിക്കാം. ചില ആൾക്കാർ എങ്ങനെ എടുക്കുമെന്ന് അറിയില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആയിരിക്കും വിചാരിക്കേണ്ട. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയതൊക്കെ നല്ലതായിരുന്നു. ഇനി കുറച്ച് ഇങ്ങനെ മുന്നോട്ടേക്ക് പോയി നോക്കാം. അവിടെ ഫുള്ള് കോട വന്നിട്ടുണ്ട് കേട്ടോ. കോട ഇങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് മഴ കഴിഞ്ഞപ്പോൾ. ഇതാട്ടോ തരണം. ഇവരാണ് നമ്മൾ ഇന്നലെയൊക്കെ ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്ത് രാവിലെയൊക്കെ വന്ന് ഫുള്ള് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കോട ഇങ്ങനെ ഇറങ്ങി താഴോട്ട് വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ കാറും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം. ഫുള്ള് പച്ചപ്പ് ഇങ്ങനെ നിറഞ്ഞ് കിടക്കുക കേട്ടോ. ഈ മഴ പെയ്തരാണ് ഇങ്ങനൊരു ലുക്ക് വന്നത്. അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക, ഉണങ്ങി കരിഞ്ഞ പോലത്തെ ഒരു ലുക്കായിരിക്കും ഇവിടെയൊക്കെ ഉണ്ടാവുക. ഇവിടെ നിന്നൊക്കെ വെള്ളം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ ഒന്നും വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഈ ഭാഗത്ത്. ചളി വെള്ളമാണ്, എന്നാലും ഇപ്പോൾ സ്റ്റാർട്ടിങ് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവുള്ളൂ. यूट्यूब में डाल दे। हम लोग को बहन राजा राष्ट्रीय നമ്മളപ്പോൾ ഇവിടെ റേഞ്ചുള്ളൊരു സ്ഥലത്തേക്ക് പോവാം കേട്ടോ. ഈ പുള്ളിയാണ് നമ്മളെ കൊണ്ടുവന്നത്. ഇവിടെ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെണ്ണിൻ്റെ വീട്ടിലാണ് ആണുങ്ങൾ താമസിക്കുന്നത്. അതുപോലെ തന്നെ ആണുങ്ങൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് മാറി താമസിക്കുന്നത്. രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. കാരണം ഇവിടുത്തെ നിയമമാണ് അവർ ചെയ്യും. നമ്മളെ തലശ്ശേരിയിലൊക്കെ അങ്ങനെ കാണാൻ പറ്റും. അതായത് പെണ്ണിൻ്റെ വീട്ടിലായിരിക്കും ഭർത്താക്കന്മാർ താമസിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും. കല്യാണം കഴിഞ്ഞ പെണ്ണിൻ്റെ വീട്ടിലാണ് ആണുങ്ങൾ താമസിക്കുന്നത്, ഭർത്താക്കന്മാർ താമസിക്കുന്നത്. അപ്പോൾ നമ്മളിതാ റേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സ്ഥലം കയറുകയാണ്. ഇവിടെ മാത്രമേ റേഞ്ച് ഉണ്ടാവുള്ളൂ. നമ്മൾ നെറ്റിന് കോളിംഗ് ഒക്കെ താഴെ നടക്കും അല്ലേ? കോളിംഗ് ഒക്കെ കിട്ടുന്നില്ലേ?
കോളിംഗ് ഒക്കെ കിട്ടുന്നുണ്ട്, പക്ഷേ നമ്മൾ നെറ്റ്വർക്ക് ഒന്നും കിട്ടുന്നില്ല. വീഡിയോ ഓൾറെഡി ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ആരും കാണാനൊന്നുമില്ല. എന്നാലും നമുക്ക് തംബ്നെയിലൊക്കെ സെറ്റാക്കിയിട്ട് ഇടണ്ടേ. അപ്പോൾ നോക്കിയേ കോട ഫുള്ള് കോട ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഹിൽസിൻ്റെ മുകളിൽ നമുക്ക് ഇവിടുന്ന് നെറ്റ്വർക്ക് നോക്കാം. ഇവിടെ നിന്ന് അടക്ക പറിക്കുന്നുണ്ടോ, തായൽ വീണ് അടക്ക തായൽ വീണിട്ടുണ്ട് കണ്ടോ. നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെയുള്ള സെറ്റപ്പാണ് ഇവിടെ ഒക്കെ. ഫുള്ള് ഇത് കണ്ടോ, ഇതിനകത്തുണ്ട്, ഇവിടെയുണ്ട്. മൂപ്പര് ഈ മുള വെച്ചിട്ടാട്ടോ പറിക്കുന്നത്, മുള വെച്ചിട്ടാണ് പറിക്കുന്നത്. ഇവിടെ നമ്മൾ നാട്ടിലത്തെ പോലെ കയറി പറിക്കില്ല, കാരണം ഇതിന് ഒരു ബലക്ഷയം പോലെ ഉണ്ട്. ഇത് അടക്ക വീണിട്ടുണ്ട്, സെറ്റായിട്ട് പറിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എന്നിട്ട് ഇവർ ബക്കറ്റിനകത്തേക്ക് നിറച്ച് കൊണ്ടുപോവാണ്. ഒരു കൊല്ലനോട് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ ഇവിടെയൊക്കെ. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇവരിത് മൊത്തം ഈ ബക്കറ്റിൽ നിറച്ചും പറിച്ച് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ നിന്നൊക്കെ ഇങ്ങനത്തെ കുറേ ഉണ്ട് കേട്ടോ. ഇവിടെ മുളയാണ് നമ്മൾ വരുന്നതിലേക്ക്, അല്ല എന്തായാലും കവുങ്ങാണ് നമ്മൾ വരുന്നതിലേക്ക് ഇഷ്ടം പോലെ കണ്ടത്. ഇവർ മുള വെച്ചൊക്കെയാണ് പറിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു കാഴ്ച നേരത്തെ കണ്ടാണ്, പക്ഷേ വീഡിയോ എടുക്കാനുള്ളൊരു സന്ദർഭം ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അത് എടുത്തിരിക്കുകയാണ്. ഇവിടെയാണ് ഞങ്ങളുടെ വണ്ടി ഫിലിപ്സ് മാർക്ക് പാർക്ക് ചെയ്ത് തന്നത്. സ്കൂളിൽ കയറ്റാൻ പറ്റിയില്ല, ഇവിടെ കുറച്ച് കള്ളന്മാരുടെ ശല്യങ്ങളൊക്കെ ഉണ്ട്, വണ്ടി കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് സേഫായ സ്ഥലത്ത് ഒരു വീടിൻ്റെ വരാന്തയാണ്, അവിടെ മൂപ്പര് പെർമിഷൻ വാങ്ങി തന്നിട്ട് ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ് വണ്ടി. അതുകൊണ്ട് മഴയൊന്നും കൊള്ളാണ്ട് സേഫായിട്ട് നിന്ന് നിങ്ങളുടെ ഫുഡും കാര്യമെല്ലാം ബേക്കിൽ തന്നെയായിരുന്നു കിട്ടിയത്. അപ്പോൾ ഇവിടെ വെച്ചതുകൊണ്ട് വലിയ ഉപകാരമായിരിക്കും. ഇതിൻ്റെ അപ്പുറത്തെ വീടിലാണ് ഫിലിപ്സൺ എന്ന അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫുഡൊക്കെ തന്ന ഫിലിപ്സ് മാർക്കിൻ്റെ വീട്ടിലേക്ക് പോകാം കേട്ടോ. ഇതാട്ടോ മൂപ്പരെ വീട്. ഇവരാണ് നമ്മളെ 3 ചോറും രാവിലെയും വൈകിട്ടും ചോറും കറിയൊക്കെ തന്നത്. പുള്ളി പണിയിലാണ്, വർക്കിലാണ്. ഇതാട്ടോ മൂപ്പരെ വർക്ക്, ഇതാണ് മൂപ്പരെ വീട്. ഇവിടെ നിന്നാണ് നമുക്കെല്ലാം ഉണ്ടാക്കി തന്നതും കാര്യങ്ങളൊക്കെ. ജാരെ ആ താങ്ക് യു so much. Okay, okay, thank you bhai, thanks. आपका और चला गया ओ ओके हुआ लड़की इतना बड़ा ओ बड़ा लड़की और लड़का इतना छोटा. हाँ അപ്പോൾ लड़का എന്തെങ്കിലുമൊക്കെ വെച്ച് നമുക്ക് വീണ്ടും കാണാം. शिलोंग में फिर मिलेगा. वो 18 साल हो गया. 18 साल हो गया. ओके फिर मिलेगा. थैंक यू. फोन नंबर तो है. हाँ मेरा पास है. फोन कर लें. हाँ कहाँ पहुँच गया. हाँ पहुँच गया, उधर से कॉल करेंगे. നാട്ടിലെത്തിയാലും വിളിക്കൂ. घर मेरा हाँ കോടയുണ്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നത്. അതുപോലെ തന്നെ തണുത്ത കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ വില്ലേജിൽ നിന്ന് നല്ല അടിപൊളിയായിട്ട് തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്ന സ്കൂൾ ഇത് തന്നെയാണ്. അപ്പോൾ ഇന്നും കൂടി നമ്മളിവിടെ നിന്നിട്ട് നാളെ പോകാനാണ് പരിപാടി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിന്ന് പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഉച്ചവരെ നല്ല മഴയായിരുന്നു. ഇപ്പോഴാണ് ഇത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. പക്ഷേ കോട ഇങ്ങനെ നല്ല രീതിയിൽ ഇറങ്ങി വരുന്നുണ്ട്. ഇവിടുത്തെ ആൾക്കാരാട്ടോ ഇത് രണ്ടും. അപ്പോൾ ഇതാ കോട നോക്കിയാൽ ഇറങ്ങി താഴോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മളെ ഗ്രാമങ്ങളിലെ കാഴ്ചകളും പിന്നെ നമ്മൾ വന്ന വഴികളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോൻ്റെ അകത്തുള്ളത്. നാളെ നമ്മൾ ക്രേംപുരി എന്ന ഒരു കേവാണ്, അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കേവാണ്. 31 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ള ഒരു കേവാണ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.